ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വെജിറ്റബിൾ സ്ലൈസർ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാം, അതുപോലെ തന്നെ മാങ്ങ തറയിൽ വീണ് പൊട്ടാതെ എങ്ങനെ സിമ്പിളായിട്ട് പിച്ചെടുക്കാം എന്നുള്ള വീഡിയോ ആണ്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കിതിനാവശ്യമായിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ടിന്നാണ്, മെറ്റൽ ടിന്ന്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ഒഴിഞ്ഞ ടിന്നാണ്. അതിനുശേഷം ഇതേപോലെ ആണി ഉപയോഗിച്ച് ഹോൾ ഇടുക. തിരികെ ഉപയോഗിച്ച് ഇതേപോലെ അടിച്ച് അത്യാവശ്യം വലിപ്പമുള്ള ആണി തന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കുക. ഇതുപോലെ ഹോൾ ഇട്ടതിന് ശേഷം ഈ ആണി ഒരു സൈഡിലോട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ വീണ്ടും അടുപ്പിച്ചടുപ്പിച്ച് ഹോൾ ഇടണം. എല്ലാം ഒരേ ഡയറക്ഷനിൽ തന്നെ ഇത് ബെൻഡ് ചെയ്തെടുക്കണം. ഈ പാട്ടയ്ക്കകത്ത് കൊള്ളുന്ന രീതി നമുക്ക് ഹോൾ ഇടാവുന്നതാണ്. ചെറിയൊരു ഡിസ്റ്റൻസ് ഇട്ടുകൊണ്ട് വേണം ഇത് ഹോൾ ഇടേണ്ടതായിട്ട്. ഹോളെല്ലാം ഇട്ടതിന് ശേഷം ഇതേപോലെ ലാസ്റ്റ് ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്തെടുക്കുക. എല്ലാ ഹോളും നമ്മളിത് ബെൻഡ് ചെയ്തെടുക്കുമ്പോൾ ആണി ഒരു ഡയറക്ഷനിലോട്ട് മാത്രമായിട്ട് ബെൻഡ് ചെയ്തെടുക്കുക. ഡയറക്ഷൻ മാറിപ്പോകരുത്. ഡയറക്ഷൻ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയ ഓമയ്ക്ക് എടുത്തേക്കുന്നത്. ഒന്ന് അരിഞ്ഞ് നോക്കാം, സ്ലൈസായി കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. സ്ലൈസായി നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരിച്ചിരി കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് കുറച്ചൊന്ന് അരിഞ്ഞെടുത്ത് നോക്കാം. അത്യാവശ്യം നല്ലപോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ സ്ലൈസറിനകത്ത് അരിയുന്നത് പോലെ തന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ടല്ലോ, തോരനൊക്കെ എടുക്കുന്ന പോലെ. സംഭവം നമുക്ക് രണ്ടാമത്തെ വീഡിയോയിലോട്ട് കിടക്കാം. മാങ്ങ നമുക്ക് സിമ്പിളായിട്ട് തറയിൽ കൊണ്ട് പൊട്ടാത്ത രീതിയിൽ എങ്ങനെ പിച്ചെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റിൽ നമുക്ക് വേണ്ടത് ഒരു മിനറൽ വാട്ടറിൻ്റെ കുപ്പിയാണ്. ഒരു കത്തി ഉപയോഗിച്ച് നമുക്ക് അത് ഒരു ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അത്യാവശ്യം ഒരു മാങ്ങ കയറത്തക്ക രീതിയിലുള്ള വലിപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ കുപ്പി നമ്മൾ ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുപ്പിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഹോളിട്ട് കൊടുക്കാം. ഹോൾറിങ് അയൺ ഉപയോഗിച്ചാണ് ഹോളിടുന്നത്. സാധാരണ കമ്പി പിടിപ്പിച്ചാലും നമുക്ക് ഹോളിടാവുന്നതാണ്. ഒരു സ്ക്രൂ കയറത്തക്ക രീതിയിൽ ഹോളിടുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ നീളമുള്ള ഒരു കമ്പ് എടുക്കുക. അത് കറക്റ്റ് ടൈറ്റായിട്ട് ഇരിക്കത്തക്ക രീതിയിലുള്ള കമ്പ് തന്നെ എടുക്കുക.
എന്നിട്ട് കമ്പ് ഉള്ളോട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് കയറ്റുക. എന്നിട്ട് ഈ ഹോളിനകത്തോട്ട് കയറാൻ പറ്റിയ രീതിയിലുള്ള ഒരു ചെറിയ സ്ക്രൂ എടുക്കുക. സ്ക്രൂ ഡ്രൈവർ നല്ലപോലെ ഇതിനകത്തോട്ട് പ്രസ് ചെയ്തിട്ട് മുറുക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇത് കയറത്തില്ല ഇതിനകത്തോട്ട്. അത്യാവശ്യം നീളമുള്ള ഒരു തോട്ടിക്കകത്തോണ്ട് നമ്മൾ ഉണ്ടാക്കിയത് കെട്ടി വെച്ചു കൊടുക്കാം. നമുക്ക് നമ്മളുണ്ടാക്കിയ ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കാം, മാങ്ങ പിച്ചാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഇതുപോലെ ഈ ഹോളിനകത്തോട്ട് മാങ്ങ കയറ്റിയ ശേഷം ഒരു സൈഡ് കൊണ്ട് ഇങ്ങനെ വലിച്ചാൽ മതി. നമ്മൾ മാങ്ങ തറയിൽ പോകാതെ അതിനകത്ത് തന്നെ ഇരുന്നോളും. ഇതേപോലെ നമുക്ക് അതുകൊണ്ട് തറയിൽ വീഴാതെ മാങ്ങ പിച്ചെടുക്കാം. മാങ്ങ തറ കൊണ്ട് പൊട്ടിപ്പോകത്തില്ല. എല്ലാവർക്കും എൻ്റെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം.